നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. അവിടെ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇടുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റൻഷൻ അത്രത്തോളം ക്ലിയർ ആയിട്ട് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെ പറ്റി, നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെങ്കിൽ ആ കാറിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ കാർ ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു, ഇപ്പം അതിന്റെ ടയർ എങ്ങനെയാണ്, അല്ലെ അതിന്റെ മോഡൽ എങ്ങനെയാണ്, അകത്ത് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഐഡിയലായിട്ട് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ കാറിനെ പറ്റി. അങ്ങനെ അബ്സല്യൂട്ട് ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് സ്പീഡായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പലപ്പോഴും രണ്ടാമതായി അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഫെയ്ത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് 100% അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം പലപ്പോഴും പല ആളുകളും നമ്മൾ കാണുന്നതാണ്, മാനിഫെസ്റ്റേഷൻ ആണ് നടക്കുമെന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമില്ല. അയ്യോ, ഞാൻ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടാലേ ഞാൻ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്, നെഗറ്റീവ് തോട്ട് പ്രോസസ് ഒക്കെ നമ്മളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്നുള്ളത്. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പലപ്പോഴും ആളുകൾ ഇപ്പൊ നമ്മൾ ആൾറെഡി നിങ്ങൾ ഇപ്പം ടെക്നിക്കുകൾ മാത്രമല്ല, നമ്മൾ പെയ്ഡ് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാന ടെക്നിക്കിനപ്പുറത്തെ കുറിച്ച് അലിമെന്റ് പ്രോസസ്സും അല്ലെങ്കിൽ നമ്മളുടെ ഹീലിങ്സും ഒക്കെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ കൂട്ടത്തിൽ ടെക്നിക്കും വേണം. അപ്പം പല ടെക്നിക്കുകളും ഫോളോ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ടെക്നിക്കുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നീട് നിങ്ങൾ വറി ചെയ്യുന്നു. പലപ്പോഴും നമ്മളിപ്പോ പറയുന്ന കണക്കല്ല, പ്രാക്ടിക്കലി പല മനുഷ്യർക്കും പല ജീവിത സാഹചര്യങ്ങളായിരിക്കും, നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷെ കാരണം ആൾറെഡി ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള ലൈഫിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പാടായിട്ട് തോന്നിയേക്കാം. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഒരു സാധനം ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ആം, അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം ജസ്റ്റ് റിലാക്സ്, നിങ്ങളുടെ ചിന്തകൾ കറക്റ്റ് ആക്കി പോസിറ്റീവ് ആക്കിക്കൊണ്ട് നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ചെയ്യുക എന്നുള്ളതും നമുക്ക് മാനിഫെസ്റ്റേഷനെ സ്പീഡാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഒരുപാട് ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ പെയ്ഡ് ക്ലാസ് നമ്മൾ പഠിപ്പിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അലൈൻമെന്റിൽ വരാം, മനസ്സിനൊരു സമാധാന അവസ്ഥയിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ ചിന്തകൾ എങ്ങനെ കൃത്യമായി കറക്റ്റായി കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്പീഡായിട്ട് മാനിഫെസ്റ്റേഷൻസ് നടക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചത്. അതുകൂടാതെ അലൈൻമെന്റ് എങ്ങനെ നമുക്ക് ചിന്തകളെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളതും. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീലിങ്സ് കൂടെയാണ്. ഞാൻ എപ്പോഴും പറയും, വീണ്ടും പറയുന്നു, ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ആ ചെളി കോരി കളഞ്ഞാലാണ് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുക. അതുകൊണ്ട് ഹീലിങ്സ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും നിങ്ങൾക്ക് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, പിന്നീട് പെയ്ഡ് ക്ലാസ് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.